പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ മാർക്കോസ്, ലൂക്കോസ് എന്നിവർ എഴുതിയ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിധവയുടെ 2 കാശ് എന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയും ലോകാരംഭം മുതൽ മനുഷ്യർക്കിടയിൽ കണ്ടുവരുന്ന ചില സ്വഭാവ സവിശേഷതകളുടെ നേർക്കാഴ്ചകൾ ഭാവനയിലൂടെ ഒരുമിപ്പിച്ചും രചിക്കപ്പെട്ട ഒരു ലഘുനാടകം ആണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവേളയിൽ ലൗകികമായ അളവുകോലുകളേക്കാൾ ഉപരിയായി ദൈവത്തിന് പ്രിയപ്പെട്ടത് പൂർണ്ണ ഹൃദയത്തോടുകൂടിയുള്ള സമർപ്പണമാണെന്ന് ഈ ലഘുനാടകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ സവിനയം അവതരിപ്പിക്കട്ടെ വിധവയുടെ കാണിക്ക. അല്ലയോ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ ഈ പ്രാർത്ഥനകൾ നിശ്ചയമായും ദൈവം കേട്ടിട്ടുണ്ടാവും. അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ്. ഈ ദേവാലയത്തിൻ്റെ ഉന്നമനത്തിനും ദേവാലയം പുതുക്കി പണിയുന്നതിനുമായി നിങ്ങളേവരുടെയും സഹായം ആവശ്യമാണ്. നിങ്ങൾ നൽകുന്ന സംഭാവനകൾ നിശ്ചയമായും ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതിഫലമായി ലഭിക്കും. തീർച്ചയായും അവിടുന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ദേവാലയത്തിന് വേണ്ടി എന്ത് നൽകുവാനും തയ്യാറാണ്. ഞങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതെ അതെ, ഞങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എന്നും ദൈവത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഈ ദേവാലയത്തിന്റെ അഭിവൃദ്ധി നാം എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? എല്ലാവരും മുന്നോട്ട് വരൂ. നിങ്ങളുടെ കാണിക്കകൾ കൊണ്ട് ഈ ഭണ്ഡാരം നിറയ്ക്കുവീൻ. ഗുരുവേ, നോക്കൂ, എത്ര വലിയ തിരക്കാണിവിടെ. ഈ ദേവാലയം ഒരു മഹാ അത്ഭുതം തന്നെ. നീ പറഞ്ഞത് ശരിയാണ് പത്രോസ്. ഈ ദേവാലയം മാത്രമല്ല, ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളും അത്ഭുതങ്ങളുടെ നിലവറകളാണ്. ഭണ്ഡാരത്തിലേക്ക് ഇവരിടുന്ന പണത്തിൻ്റെ കിലുക്കം കേൾക്കുമ്പോൾ അവർ ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ ബഹുമാനത്തിൻ്റെ അളവുകോൽ വിശ്വാസികൾ നൽകുന്ന പണത്തിൻ്റെ കിലുക്കത്തിലല്ല എന്ന് നിനക്കറിയില്ലേ? അതാ നോക്കൂ, ആരാ വരുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ അവരെ? അറിയാം. ജെറൂസലേം പട്ടണത്തിലെ ഏറ്റവും ധനവാന്മാരല്ലേ ഇവർ? ധനവാന്മാർ മാത്രമല്ല, ഉദാരമതികളും. ഇന്ന് ഈ ദേവാലയത്തിന് വലിയ ഒരു തുക കാണിക്കയായി ലഭിക്കും. നോക്കൂ, അവരുടെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങളുടെ സഞ്ചി കാണുന്നില്ലേ? ഗുരു, അവിടുന്ന് ഇത് കാണുന്നില്ലേ? അങ്ങേക്കറിയില്ലേ ഇവർ എത്ര ധനവാന്മാരും ഉദാരമതികളുമാണെന്ന്?
എല്ലാവരും കേൾക്കുവിൻ. ഇന്നത്തെ ദിവസം ഞാൻ ഈ ദേവാലയത്തിന് ഒരു വലിയ തുക സംഭാവന നൽകുവാൻ പോകുന്നു. എൻ്റെ കയ്യിലുള്ളത് എത്ര സ്വർണ്ണ നാണയങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ? 1000 നാണയമായിരിക്കും. എൻ്റെ കയ്യിൽ അതിലും അധികമുണ്ട്. ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് നമ്മുടെ പണം മാത്രം മതിയാകും. മഹാനുഭാവന്മാരെ, നിങ്ങളുടെ ഔദാര്യം നിമിത്തം ദേവാലയം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലെന്താണ് സംശയം? അങ്ങേക്കറിയാമല്ലോ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ ദാനങ്ങളും ചെറുതൊന്നുമല്ലല്ലോ. ഞങ്ങൾക്ക് ചെറിയ ഒരാഗ്രഹമുണ്ട്. ഈ വലിയ സംഭാവനയ്ക്ക് പകരമായി ഞങ്ങളുടെ പേരെവിടെയെങ്കിലും എഴുതി വച്ചാൽ നല്ലതായിരുന്നു. ശരിയാണ്. ജനങ്ങൾ അറിയട്ടെ ദേവാലയത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരൊക്കെയാണെന്ന്. തീർച്ചയായും തീർച്ചയായും ഈ ദേവാലയത്തിന്റെ ചുമരിൽ നിങ്ങളെ പോലുള്ള മഹാമനസ്കരുടെ പേരുകൾ വെണ്ണക്കല്ലുകളിൽ ആലേഖനം ചെയ്ത് വെക്കുന്നതാണ്. നോക്കൂ, ഇവർ എത്ര മഹാമനസ്കരാണ്. എത്ര വലിയ തുകയാണ് അവർ സംഭാവന നൽകിയിരിക്കുന്നത്. അതെ അതെ, ദൈവത്തിന്റെ അനുഗ്രഹം ഇവർക്ക് വാരിക്കോരി ലഭിക്കും എന്നതിൽ തർക്കമില്ല. എൻ്റെ സംശയം ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും ഇവർ തന്നെ കൊണ്ടുപോകുമോ എന്നാണ്. ഗുരുവേ, ഈ ധനികർ എത്ര വലിയ തുകയാണ് ദാനം ചെയ്തത്. ദേവാലയത്തിൻ്റെ ഭണ്ഡാരം നിറഞ്ഞിരിക്കുന്നു. പത്രോസേ, നിങ്ങൾ കണ്ടത് സത്യമാണ്. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ പണത്തിൻ്റെ വലുപ്പത്തിലല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിലാണ് നോക്കുന്നത്. ഗുരു, അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാരെ, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. ദേ നോക്കൂ, ഇവൾ എന്തിനുള്ള പുറപ്പാടാണ്? ഭർത്താവ് മരിച്ച് നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന ഇവൾ ഇന്ന് എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? അവൾക്ക് എന്താണ് ഭണ്ഡാരത്തിൽ ഇടാൻ ഉണ്ടാവുക? ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവളാണ്. അവൾ വെറും കൈയോടെ വന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നേടാൻ ശ്രമിക്കുകയാണ്. നിൽക്കൂ, നീ എന്താണ് ചെയ്തത്? ഇത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണെന്നറിയില്ലേ? ഇത്രയും ചെറിയ തുക വിശുദ്ധമായ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് നീ നമ്മയൊക്കെ കബളിപ്പിക്കുകയല്ലേ? നമ്മെ മാത്രമല്ല, ദൈവത്തെയും ഈ ദേവാലയത്തിനെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി. ശിഷ്യന്മാരെ, നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ. നിങ്ങൾ ഇവിടെ നടന്നതെല്ലാം കണ്ടുവല്ലോ. എന്നാൽ ഈ ഭണ്ഡാരത്തിൽ കാശിട്ടവരിൽ വെച്ച് വിലമതിക്കുവാനാകാത്ത സംഭാവന നൽകിയത് ഈ പാവപ്പെട്ട വിധവയാണ്. ഗുരുവേ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 2 ധനവാന്മാരും ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു. ഈ സ്ത്രീയാകട്ടെ EL നാണയം പോലെ ചെറിയ 2 കാശ് മാത്രമാണിട്ടത്. അതെ, ഇത്രയും കുറഞ്ഞ തുക എങ്ങനെയാണ് ഏറ്റവും വലുതാകുന്നത്? എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിങ്ങൾ എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങൾക്കധികമുള്ളതിൽ നിന്നാണ് ഭണ്ഡാരത്തിലേക്ക് ദാനം ചെയ്തത്. ആയതിനാൽ നിങ്ങൾക്കത് നഷ്ടമായാലും വലിയ വിഷമമില്ല.
എന്നുവെച്ചാൽ അവൾ നൽകിയത് കേവലം 2 ചെമ്പ് നാണയങ്ങളുടെ കാശാണ്. മറ്റുള്ളവരോ അതിനേക്കാൾ എത്ര ഇരട്ടി കാശാണ് കാണിക്കയായി നൽകിയത്? ഈ പാവപ്പെട്ട വിധവ തൻ്റെ ഉപജീവനത്തിനുള്ളതെല്ലാമാണ് ഭണ്ഡാരത്തിലിട്ടത്. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ജീവിക്കാൻ അവശേഷിച്ചിരുന്നതെല്ലാം അവൾ ദൈവത്തിന് നൽകി. അവിടുന്ന് ഈയുള്ളവളോട് പൊറുക്കണം. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം മരിച്ചതിന് ശേഷം ദാസ്യപ്പണി ചെയ്തും ഭിക്ഷയാചിച്ചുമാണ് ഞാനും എൻ്റെ കുട്ടികളും കഴിഞ്ഞുകൂടുന്നത്. എൻ്റെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. 3 ദിവസമായി വെറും ജലം മാത്രം കഴിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നീ ഇവിടെ നൽകിയ ഈ ചെറിയ കാണിക്ക കൊണ്ട് നിനക്കും നിന്റെ കുട്ടികൾക്കും എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കാമായിരുന്നല്ലോ. എൻ്റെ അറിവില്ലായ്മയ്ക്ക് അവിടുന്ന് മാപ്പ് തരണം. ഈ ചെറിയ കാണിക്ക നൽകി ഈ ദേവാലയത്തെയും ദൈവത്തിനെയും ഞാൻ അപമാനിച്ചു. എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? നീ ചെയ്തതാണ് ഏറ്റവും വലിയ ദാനം. മറ്റുള്ളവർ തങ്ങളുടെ ബാക്കിയുള്ളതിൽ നിന്ന് നൽകിയപ്പോൾ നീ നിന്റെ ഇല്ലായ്മയിൽ നിന്ന് നിനക്കുള്ളതൊക്കെയും നിന്റെ ഉപജീവനം മുഴുവനും ദൈവത്തിന് കാണിക്കയായി നൽകി. അത് നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹവും വിശ്വാസവുമാണ്. ദൈവപുത്ര, എൻ്റെ കയ്യിൽ ബാക്കി ഒന്നുമില്ല. എൻ്റെ വിശ്വാസം മാത്രം. അങ്ങേക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ദൈവം നമ്മുടെ പ്രവൃത്തികളെ അളക്കുന്നത് നാം നൽകുന്നത് എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചല്ല, നൽകുവാനുള്ള മനസ്സ് എത്രത്തോളമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. ക്ഷമിക്കണം ഗുരുവേ, ക്ഷമിക്കണം. ഞങ്ങൾ ബാഹ്യമായ കാഴ്ചകളിൽ മാത്രം ശ്രദ്ധിച്ചു പോയി. നമ്മൾ ഇത്രയും പണം നൽകിയിട്ടും ഈ പാവപ്പെട്ടവളാണ് ഏറ്റവും വലിയ ദാതാവായി തീർന്നത്. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഈ വിധവയുടെ മുന്നിൽ എത്ര ചെറുതായിരിക്കുന്നു. പണം നൽകുന്നതിൽ മാത്രമല്ല കാര്യം. എൻ്റെ ഹൃദയം എത്ര ഇടുങ്ങിയതായിരുന്നു. ഈ വിധവയുടെയോ എത്ര വിശാലമായതാണ്. ഹൃദയത്തിൽ സ്നേഹവും പൂർണ്ണമായ സമർപ്പണവുമുള്ള ഒരുവൻ നൽകുന്ന ചെറിയ ദാനമാണ് സ്വാർത്ഥനായ ഒരുവൻ നൽകുന്ന വലിയ ദാനത്തേക്കാൾ വലുത്. ഈ സഹോദരിയുടെ വിശ്വാസം വലിയ സമ്പത്തുള്ള ഒരുവനും നൽകാൻ കഴിയാത്തത്രയും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്നതെല്ലാം നമ്മുടെ ശേഷിപ്പിൽ നിന്നും മാത്രമാകരുത്. നമ്മുടെ കുറവുകളിൽ നിന്ന് നമുക്ക് വേണ്ടി കരുതിയതിൽ നിന്ന് കൂടിയാവണം. അപ്പോൾ മാത്രമാണ് ആ ദാനത്തിന് യഥാർത്ഥ വിലയുണ്ടാകുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുക ഇവൾക്കായിരിക്കും. കർത്താവ് അവളെ അവളുടെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിക്കും.
ഈ ലഘുനാടകത്തിൽ പങ്കെടുത്തവരും കഥാപാത്രങ്ങളും: യേശുക്രിസ്തു ഡോക്ടർ അശോക് കുമാർ, പത്രോസ് ഹരികുമാർ, യോഹന്നാൻ സതീഷ് ചന്ദ്രൻ, പുരോഹിതൻ PS വേണുഗോപാൽ, ധനവാൻ 1 ദേവി പ്രസാദ്, ധനവാൻ 2 ജയചന്ദ്രൻ, വിധവ അനിത. വിശ്വാസികൾ: അജിത, മായ ജയമോഹൻ, ജയ രവികുമാർ, VG രഘുനാഥ്, KB രാജൻ, നാരായണൻ, ജയമോഹൻ. നാടകത്തിൻ്റെ രചനയും സംവിധാനവും ദേവി പ്രസാദ്. സ്റ്റുഡിയോ ആൻഡ് റെക്കോർഡിംഗ് ജോയ് ചന്ദ്രൻ, BJM മീഡിയ ട്രാക്സ്, തൈക്കാട്, ട്രിവാൻഡ്രം.